പണത്തിൻ്റെ ആവശ്യം അനുസരിച്ചുള്ള പണം ആവശ്യപ്പെട്ട് വന്നത് ചിലവാക്കിയുള്ള ഒരു നവീകരണം എന്നതിലുപരി ഈ ക്ഷേത്രത്തിന് നൽകുന്ന മര്യാദ എന്ന് പറയുന്നതാണ് ഇതിലെ ഏറ്റവും വലിയ ഘടകം, ആരാധിക്കപ്പെടേണ്ട ഘടകം. അത് കേരള സർക്കാരിന് അത് തോന്നി, കേന്ദ്ര സർക്കാരിനെ അത് അറിയിച്ച് അതിവിടെ കൊണ്ടുവരുവാൻ ഇവിടുത്തെ മന്ത്രിസഭയ്ക്ക് സാധിച്ചുവെങ്കിൽ ഞാൻ ആദ്യം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നത് കേരള സർക്കാരിനാണ്. കാരണം ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെയും ഇപ്പോൾ ടൂറിസത്തെ സംബന്ധിച്ച് ഒരുപാട് പദ്ധതികളാണ് എൻ്റെ ടേബിളിലേക്ക് വരുന്നത്. എല്ലാ കോൺഗ്രസ് എം പിമാരും CPM-ൻ്റെ എം പിയും ഒക്കെ സുഹൃത്തുക്കളാണ്. അവരെല്ലാം അവരുടെ പ്രദേശത്ത് ഓരോ മോഡ്യൂൾസാണ്, ഓരോ ടൂറിസം പ്രോപ്പർട്ടീസാണ് എടുത്തിട്ട് എൻ്റെ മുന്നിലെത്തുന്നത്. ഒരൊറ്റ മറുപടിയെ എല്ലാവർക്കും നൽകാൻ സാധിക്കുന്നുള്ളൂ. ഇതൊരു സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ് ഇങ്ങനെ ഒരു പ്രോപ്പർട്ടിയുടെ മൂല്യം മനസ്സിലാക്കി ഇത് ഉദ്ധരിക്കപ്പെടേണ്ടതാണ് എന്ന് തോന്നി അതിൻ്റെ DPR കേന്ദ്ര സർക്കാരിൻ്റെ ടൂറിസം വകുപ്പിലേക്ക് എന്ന് ശുപാർശ ചെയ്യുന്നുവോ അന്ന് മാത്രമാണ് ഞങ്ങൾക്കിതിലേക്ക് കയ്യോ കാലോ മനസ്സോ കടത്താൻ പറ്റുന്നത് എന്നുള്ളത് സത്യമാണ്. അതാണ് കോഓപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറയുന്ന വലിയൊരു ജനാധിപത്യ സംവിധാനം സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് മാത്രമേ ഇപ്പം ഞാൻ എൻ്റെ ഷൂട്ടിംഗ് കാലത്ത് സിനിമാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നടന്നിരുന്ന വിവിധ പ്രദേശങ്ങളിൽ പെരുവണ്ണാമൊഴി ഇപ്പോഴും ഹൃദയത്തിലുള്ള ഒരു വലിയ തടാകമാണ്. ശാസ്താംകോട്ട തടാകം, വേമ്പനാട്, അതുപോലെ തന്നെ കുണ്ടറയിലുമുണ്ട്. കേരളത്തിലെ ഏറ്റവും രുചിയുള്ള മത്സ്യം ലഭിക്കുന്ന കാഞ്ഞിരോട്ട് കായൽ, ജോണിച്ചായനാണ് എന്നെ ആ കായലിൻ്റെ കരയിലൊക്കെ കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രദേശങ്ങൾ, ഇലവീഴ പൂഞ്ചിറ, ഇല്ലിക്കൽ കല്ല്. ഇല്ലിക്കൽ കല്ലെന്നൊക്കെ പറയുന്നത് ഒരുപക്ഷെ നമ്മൾ കൊടൈക്കനാലിൽ എത്രയോ 1000 രൂപ ചെലവാക്കി ബസ്സിലും കാറിലും ട്രെയിനിലും ഒക്കെ ചെന്ന് വളരെ കഷ്ടപ്പെട്ട് ഘാട്ട് താണ്ടി ചെന്ന് അവിടുത്തെ തൊപ്പി തൂക്കിപ്പാറയും മനോഹരങ്ങളാണ്, സമ്മതിക്കുന്നു. പക്ഷെ അത് നമ്മുടെ തൊട്ട് മൂക്കിന് താഴെ അതിവിടെയുണ്ട്, അതിനേക്കാൾ മനോഹാരിതയിൽ. പക്ഷെ ഇതിൻ്റെ ഒരു ബേസിക് പൊട്ടൻഷ്യൽ നമുക്ക് ഇനിയും ടാപ്പ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ സാസ്കി പദ്ധതി എന്ന് പറയുന്ന ബഹുമാനീയനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ പൊതു ടൂറിസം സങ്കല്പത്തിൽപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പുതിയ പദ്ധതിയാണ് സാസ്കി എന്ന് പറയുന്ന പദ്ധതി. അതിൻ്റെ കീഴിൽ ഏതാണ്ട് 43 പദ്ധതികളാണ് 23 സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നത്. എല്ലാം ആ സംസ്ഥാന സർക്കാരുകൾ ഒരുപക്ഷെ കേന്ദ്രത്തിൻ്റെ ഒരു പാരാമീറ്റർ എന്ന് പറയുന്ന ഉത്തേജകം ലഭിച്ചുകൊണ്ട് അത് യോഗ്യമായി കരുതിക്കൊണ്ട് മുന്നോട്ട് വെച്ച പദ്ധതികളാണ്.